പ്രകൃതിക്ക് നന്ദി. ഇന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് നേച്ചറിനോടാണ്, പ്രകൃതിയോട്. ഓരോ ദിവസവും നമ്മൾ ജീവിക്കുന്നത് ഒരത്ഭുതത്തിനുള്ളിലാണ്. പക്ഷേ ആ അത്ഭുതത്തെ നമ്മൾ എത്ര തവണ ശ്രദ്ധിക്കാറുണ്ട്? നമ്മൾ കണ്ണു തുറക്കുന്ന നിമിഷം മുതൽ പ്രകൃതി നമ്മളെ കൈപിടിച്ചുകൊണ്ട് പോവുകയാണ്. ശ്വാസമെടുക്കുന്ന ഓരോ നിമിഷവും നമ്മൾ വായുവിനോട് കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇന്നെങ്കിലും നമുക്ക് ഒരു ചെറിയ നിമിഷമെടുത്ത് പ്രകൃതിക്ക് നന്ദി പറയണം. പ്രകൃതി ഒരു വാക്ക് മാത്രമല്ല, ജീവന്റെ അടിസ്ഥാനമാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ശ്വസിക്കുന്ന പ്രാണവായു, ഇതെല്ലാം പ്രകൃതിയുടെ സമ്മാനങ്ങളാണ്. നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ അവ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നമ്മൾ അതിന് വാല്യൂ കൊടുക്കാറുണ്ടോ? ആലോചിച്ചു നോക്കൂ. പ്രതിദിനം എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കുന്നു. സൂര്യൻ നമ്മളോട് ചോദിക്കുന്നില്ല നിനക്ക് ചൂട് വേണോ വെളിച്ചം വേണോ എന്ന്. പക്ഷേ നൽകിക്കൊണ്ടേയിരിക്കുന്നു, നിശബ്ദമായി, ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ. അതുപോലെ തന്നെ മരം നിഴൽ തരുന്നു, ഫലം തരുന്നു, ഓക്സിജൻ തരുന്നു. ഒരു താങ്ക് യു പോലും പറയാതെ നമ്മളതെല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നു. സത്യമല്ലേ? ചിന്തിച്ചു നോക്കൂ. മഴ പെയ്യുമ്പോൾ അത് ചിലർക്ക് അസൗകര്യമായേക്കാം. പക്ഷേ മഴ പെയ്തില്ലെങ്കിലോ? നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കുമായിരുന്നില്ല. മഴ ഭൂമിയെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തെയും ജീവനോടെ നിലനിർത്തുന്നു. ഒരു വിത്ത് ഭൂമിയിൽ വീഴുന്നു. അതിനെ ആരും പഠിപ്പിക്കുന്നില്ല നീ എങ്ങനെ വളരണമെന്ന്. എന്നാലും അത് വളരുന്നു, ഒരു വലിയ മരമായി മാറുന്നു, നമുക്ക് കായകൾ തരുന്നു. അത് പ്രകൃതിയുടെ ഭാഗമാണ്. ഇത് തന്നെയാണ് പ്രകൃതിയുടെ ശക്തി. നമ്മൾ പലപ്പോഴും സ്ട്രെസ്, ടെൻഷൻ, ആങ്സൈറ്റി എന്നിവയിലൂടെ കുടുങ്ങിക്കിടക്കുന്നു. പക്ഷെ ഒരു ചെറിയ സമയം പ്രകൃതിയോടൊപ്പം സ്പെൻഡ് ചെയ്താൽ നമ്മൾ തന്നെ മാറിപ്പോകുന്നു. ഒരു മരത്തിൻ്റെ അടിയിൽ അല്പസമയം ഇരിക്കുക, കാറ്റുകൊള്ളുക, ഒരു ഗ്രൗണ്ടിൽ അല്പസമയം നടക്കുക, ആ ഗ്രൗണ്ടിലെ പുല്ലുകളെ ഒന്ന് നോക്കുക, പക്ഷിയുടെ ശബ്ദം കേൾക്കുക. ഇവയെല്ലാം നമ്മുടെ മനസ്സിനെ ഹീല് ചെയ്യിപ്പിക്കുകയാണ്. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ആശ്വാസം നൽകൽ. കുട്ടികൾക്ക് പ്രകൃതിയോട് കണക്റ്റ് ചെയ്യുവാൻ സാധിക്കണം. കാരണം പ്രകൃതി അവരുടെ ആദ്യത്തെ ടീച്ചറാണ്. അവരവിടെ നിന്ന് പഠിക്കുന്നത് ക്ഷമ, സഹിഷ്ണുത, സന്തോഷം, സന്തുലിതാവസ്ഥ ഇവയാണല്ലോ. മുതിർന്നവർക്ക് പ്രകൃതി ഒരു റിമൈൻഡറാണ്. നമ്മൾ എത്ര വലിയവരായാലും നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ്. അതിൽ നിന്ന് വേർപിരിയാൻ നമുക്ക് കഴിയില്ല എന്നാണ് പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നത്. ഓരോ ദിവസവും പ്രകൃതിയിലെ ഓരോ കാഴ്ചകളും നമ്മെ അനുഭവിപ്പിക്കുന്നതും. നന്ദി പറയുന്നത് ഒരു ചെറിയ വാക്ക് മാത്രമല്ല, അതൊരു ഫീലിംഗ് ആവണം, അനുഭൂതിയാവണം. ഇന്നു മുതൽ നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിനും മുൻപ് ഒരു നിമിഷം എടുത്ത് ചിന്തിക്കാം, ഈ ഭക്ഷണം എവിടെ നിന്നാണ് വന്നത്? ഭൂമി, മഴ, സൂര്യൻ തുടങ്ങി എത്രയേറെ ഘടകങ്ങൾ ചേർന്നാണ് നമ്മളിൽ അതെത്തിയത്. അത് നമ്മളുടെ ഊർജമായി മാറിയത്, നമ്മെ നടത്താൻ അത് സഹായിക്കുന്നത്, നമുക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് തരുന്നത്. ചിന്തിച്ചു നോക്കൂ. പ്രകൃതിയെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക, പ്രകൃതിയിൽ പ്ലാസ്റ്റിക് നിക്ഷേപിക്കുന്നത് തടയുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, ജലം സംരക്ഷിക്കുക. ഇവയൊക്കെ ചെറിയ കാര്യങ്ങളായി നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇവയാണ് ഭാവിയെ സംരക്ഷിക്കുന്നത്. ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം, പ്രകൃതിയെ വെറുതെ ഉപയോഗിക്കാൻ മാത്രമല്ല, അതിനെ സ്നേഹിക്കാൻ. നിങ്ങൾ ബയോളജി ക്ലാസ്സിൽ ഫുഡ് വെബ് പഠിച്ചിട്ടുണ്ടോ? നമ്മളും പ്രകൃതിയുടെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഒരു ചെറിയ നന്ദി പറയാം ഈ ഭൂമിക്ക്, വായുവിന്, വെള്ളത്തിന്, ഈ പ്രകൃതിക്ക്, മരങ്ങൾക്ക്. നന്ദി. എന്നെ ഈ ഭൂമിയുടെ ഭാഗമായി ഇവിടെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന് നന്ദി, പ്രകൃതിക്ക് നന്ദി, എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന അച്ഛനമ്മമാർക്ക് നന്ദി, അവരെ കൊണ്ടുവന്ന പൂർവികർക്ക് നന്ദി. ഇത് ഓരോ ദിവസവും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ പ്രകൃതിയുടെ ഭാഗമായി മാറുന്നത് സ്വയം മനസ്സിലാക്കുക. എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് പ്രകൃതിയോടൊപ്പം
പ്രകൃതിയെ ആസ്വദിച്ച് ഇന്നു മുതൽ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഞാൻ തയ്യാറാണെന്ന് നെഞ്ചിൽ കൈവച്ച് പറഞ്ഞോളൂ. നിങ്ങൾ മാറുകയാണ്. നിങ്ങളുടെ ജീവിതം മാറുകയാണ്. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു. ഇറ്റ്സ് മീ സുധാചന്ദ്രൻ, ലിറ്റ്യൂഡ് മോട്ടിവേഷൻ.